നീ എന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു? അല്ല ചേച്ചി, ഇനി എക്സാമിന് 2 മാസം കൂടെ ഉള്ളൂ. ആലോചിച്ചിട്ട് തന്നെ ടെൻഷനാവുന്നു. എങ്ങനെയെങ്കിലും എക്സാം ഒന്ന് തീർന്നാൽ മതിയായിരുന്നു. +2 പഠിക്കുമ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചത്. ഇത് കഴിഞ്ഞാൽ സ്വർഗമാണെന്ന്. ബിടെക്കിന് ചേർന്നപ്പോൾ അല്ലേ മനസ്സിലായത്. പക്ഷെ ബിടെക് ചേച്ചിയുടെ അച്ഛനും അമ്മയും കൂടെ ചേർത്തതല്ലേ? ചേച്ചിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ആരാണ് +2 കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് പഠിക്കാൻ പോണത്? എന്നാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ പഠിക്കും. +2 കഴിഞ്ഞ് ഞാൻ BSc നഴ്സിംഗ് പഠിക്കും. അതൊക്കെ കൊള്ളാം. പക്ഷേ ഈ നഴ്സിംഗ് പ്രൊഫഷനൊക്കെ ഇവിടെ നല്ല സ്ട്രഗ്ലിംഗ് ആയിരിക്കൂലേ? അതിന് ഇവിടെ ആരും നിൽക്കുന്നത്? ഇവിടെ ഏതെങ്കിലും കോളേജിൽ BSc നഴ്സിംഗ് പഠിച്ചിട്ട് കുറച്ച് നാൾ ജോബൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒപ്പിക്കും. എന്നിട്ട് യൂറോപ്പിൽ പോയി അവിടെ തന്നെ സെറ്റിലാവും. നിനക്ക് പുറത്ത് പോയി സെറ്റിലാണെങ്കിൽ ഇവിടെ പഠിക്കുന്നതിന് അവിടെ തന്നെ പോയി ഡയറക്റ്റ് പഠിച്ചാൽ പോരെ? അതെങ്ങനെ? അവിടുത്തെ എൻട്രൻസ് വല്ലതും എഴുതണോ? അതൊന്നും വേണ്ട. നിനക്ക് +2ന് 65% മുകളിൽ മാർക്കുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി നഴ്സിംഗൊക്കെ അൽബേനിയയിൽ പോയി പഠിക്കാം. ഇവിടുത്തെ പോലെ 4 വർഷത്തെ കോഴ്സും ചെയ്തിട്ട് പിന്നെ ജോലിക്ക് വേണ്ടി തപ്പി കിടന്ന് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. അവിടെ ഈ കോഴ്സ് 3 വർഷമേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞ് അവർ എന്നെ ഇറ്റലിയിൽ ജോലി മേടിച്ചു തരും. ഷേ, അത് കൊള്ളാലോ. അതെങ്ങനെ അപ്ലൈ ചെയ്യണേ? നീ ഈ സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ നേടിയിട്ടില്ലേ? അവരാണ് ഇന്ത്യയിലെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ പാർട്ണർ. പിന്നെ ഇത് റോമൻ കത്തോലിക് ഫെഡറേഷൻ്റെ അണ്ടറിൽ വരുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അത് കൊള്ളാം. പക്ഷേ ഈ ഇറ്റലിയിൽ പോയി ജോലി ചെയ്യണമെങ്കിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് ഒക്കെ അറിയണ്ടേ? അതൊന്നും ഒരു വിഷയമല്ല. അവർ എന്നെ ഈ കോഴ്സിൻ്റെ കൂടെ ഇറ്റാലിയൻ ലാംഗ്വേജ് B2 ലെവൽ വരെ നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരും. ചേച്ചി എന്നാൽ ഇനി ഒന്നും നോക്കാനില്ല. യൂറോപ്പിൽ സെറ്റിൽ ആവണമെന്നുള്ള എൻ്റെ ഡ്രീമാണ്. ചേച്ചി എങ്ങനെയെങ്കിലും സുനിലേട്ടൻ്റെ പറഞ്ഞ് ഒന്ന് സമ്മതിപ്പിക്കുമോ? എടി എന്നാലും ഒറ്റയ്ക്കൊക്കെ അവളെ പുറത്തോട്ട് വിടുക എന്ന് പറഞ്ഞാൽ എന്തായാലും അവൾ പഠിച്ചു കഴിഞ്ഞ് പുറത്തു പോകും. അപ്പോൾ പിന്നെ അവിടെ തന്നെ പോയി പഠിച്ച് ജോലി വാങ്ങിക്കുന്നതല്ലേ നല്ലത്. ഈ പ്രായത്തിൽ എത്രയോ കുട്ടികൾ പുറത്തോട്ട് പോകുന്നുണ്ട്. പിന്നെ എന്താ? അവളുടെ ആഗ്രഹം അതാണെങ്കിൽ പിന്നെ അത് തന്നെ നടക്കട്ടെ. പൈസയ്ക്ക് ഞാൻ വല്ല ലോൺ വല്ല അറേഞ്ച് ചെയ്യും. ചേട്ടാ, ഇപ്പം അല്പം സ്ട്രഗിൾ ചെയ്താലും അവളുടെ ലൈഫ് നന്നായിട്ട് തന്നെ വരും. ശ്രേയ, സ്റ്റഡി ലിങ്ക്സ് ചാനലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട്സ് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. ലോൺ എടുത്താൽ പഠിപ്പിക്കുന്നത്, അത് മറന്നു പോകരുത്.